എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഹെയർ കെയർ ടിപ്പ് തന്നെയാണ്. നമുക്ക് ഒരുപാട് പേരുടെ സ്വപ്നമായിരിക്കും അല്ലേ, ഇട തൂർന്നെടുക്കുന്ന നീണ്ട മുടി. അപ്പം നമുക്ക് അതെങ്ങനെ സ്വന്തമാക്കാം? നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയത് സാധിച്ചെടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ ഉള്ളിയാണ് എടുക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഉള്ളി നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ്. അപ്പം ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള സൾഫർ എന്ന് പറയുന്നത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ തന്നെ താരൻ, മുടി കൊഴിച്ചിൽ, അതിനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഞാൻ ഉള്ളി വെച്ചിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ കാച്ചിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഞാൻ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉള്ളി വേണം നമുക്ക്. ഉള്ളി ഞാനിപ്പോൾ ഇത് ഏകദേശം 12 ഉള്ളിയുണ്ട്. നല്ല വലിയ ഉള്ളിയാണ്. അത് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതാക്കി അരിയാം കേട്ടോ. മുഴുവനോടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ സാധാരണ ആ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുള്ളത്, ആട്ടിയ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വാങ്ങുന്ന വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇത് 1 മണിക്കൂറോളം ഇങ്ങനെ വെക്കണം. ഈ വെളിച്ചെണ്ണയിൽ ഉള്ളി ഇട്ടിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിയുടെ ഗുണങ്ങളൊക്കെ അതിലോട്ട് ഇറങ്ങും. അങ്ങനെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. 1 മണിക്കൂറെങ്കിലും നിങ്ങൾ കുറഞ്ഞത് വെക്കാൻ നോക്കാം. അതിനുശേഷം നമുക്കിത് കാച്ചാം. അപ്പം ഞാനൊരു പാനിലോട്ട് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇത് നല്ലോണം തിളയ്ക്കുക. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. അപ്പോൾ അത്യാവശ്യം ഇതുപോലെ തിള വരുമ്പോൾ നമ്മളത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. തുടക്കത്തിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളിയുടെ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിത് ചെയ്യണം കേട്ടോ. ഒത്തിരി കരിഞ്ഞു പോകണ്ട. ഒരു ബ്രൗൺ കളർ ആവുക, ആ പാകമാണ് നമുക്ക് വേണ്ടത്. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിൽ ഇടാം കേട്ടോ. ഈ സമയത്ത് തിള വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക. ഇതിപ്പം മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് അധിക സമയം കൊടുക്കൽ ഉള്ളി വേഗം മൊരിയും. കുറച്ചും കൂടി ആവാനുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉള്ളി അരിയുമ്പോൾ ചെറുതാക്കി തന്നെ അരിയാമല്ലോ. വലുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ മൊരിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഇതിൽ 2-3 എണ്ണം അങ്ങനെ തന്നെ വീണടുപ്പുണ്ട്. അപ്പോൾ അത് മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഇതാവില്ല കേട്ടോ. ആദ്യം ചെറിയ കഷ്ണങ്ങൾ വേഗം മൊരിയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ല ചെറുതാക്കി തന്നെ അരിയാം. ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഈ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പാകമാകുമ്പോൾ നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഈ പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അതിൻ്റെ ചൂടുകൊണ്ട് കരിഞ്ഞു പോവും. അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നന്നായിട്ട് തണുക്കുമ്പോൾ, ചൂട് പോയി തണുക്കുമ്പോൾ നമുക്കിത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇതൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഉള്ളിയുടെ സ്മെല്ല് എല്ലാവർക്കും അറിയാം. ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കണത്. അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ താരന് ഈ വെളിച്ചെണ്ണ അടിപൊളിയാണ് കേട്ടോ. താരൻ പോവാനും അല്ലെങ്കിൽ ചൊറിച്ചിൽ, ചിലവർക്കൊക്കെ ചൊറിച്ചിലുണ്ടാവും, അത് താരൻ ഇരുന്നിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഈ ഒരു വെളിച്ചെണ്ണ ബെസ്റ്റാണ്. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള സൾഫറാണ് നമ്മൾ മുടി വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. സവാള നമുക്ക് ചെയ്യാം. നമ്മൾ കേട്ടിട്ടുണ്ടാവും സവാള നീര് മുടി വളരാനും ഒക്കെ നല്ലതാണ്. പക്ഷെ ഞാൻ എന്താ യൂസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതുപോലെ ചെയ്തിട്ടുണ്ട്. സവാള ഇതുപോലെ നീരായിട്ട് തലയിൽ തേച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഒട്ടും തലയ്ക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് തലവേദനയൊക്കെ ഉണ്ടായി അത് യൂസ് ചെയ്തിട്ട്. അപ്പം അത് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തും നമ്മൾ തലയിൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ വളരെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്തു നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തലയ്ക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും, തലവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് അത് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ചെയ്യുക.
അതും സ്കാൽപ്പിൽ കുറച്ച് മാത്രം ചെയ്യാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിന് അത് പറ്റില്ല. എനിക്ക് അങ്ങനെയാണ് ഉണ്ടായത്. എനിക്ക് മൈഗ്രെയിനുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഈ പുതിയതായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് എന്തെങ്കിലും പുതുതായിട്ട് തലയിൽ പരീക്ഷിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ചെയ്യാം. പിന്നെ എന്താണ്, ഞാൻ ഈ ഒരു വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നിറയിൽ തേക്കില്ല കേട്ടോ. കാരണം എനിക്ക് വേറെ വെളിച്ചെണ്ണ മാറി ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ ഹസനേലാദി എന്ന് പറഞ്ഞിട്ടൊരു എണ്ണയുണ്ട്, അതാണ് തലയിൽ തേക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും രാത്രിയും കിടക്കുന്നതിന് മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഞാൻ മസാജ് ചെയ്യുക. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചിട്ട് വളരെ കുറച്ച് ഡ്രോപ്സ് ആയിട്ട് ഒരു 3-4 തുള്ളി മാത്രം എടുത്തിട്ട്, ഒരുപാട് എണ്ണയൊന്നും എടുത്ത് നിങ്ങൾ തലയിൽ തേക്കരുത്. രാത്രി പ്രത്യേകിച്ച് നീരിറങ്ങി കോൾഡും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ മസാജ് ചെയ്യുക. ഒരു 10 മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നല്ലൊരു വ്യത്യാസം നിങ്ങളുടെ മുടിയിൽ കാണാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. വേറൊരു എണ്ണയും ഞാൻ നിറകയിൽ തേക്കില്ല, കാരണം എനിക്കത് പറ്റില്ല. അപ്പം പ്രത്യേകിച്ച് മൈഗ്രെയിനൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. വേറൊരു എണ്ണ പെട്ടെന്ന് തന്നെ മാറ്റരുത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ തന്നെ ഉപയോഗിക്കുക. പിന്നെ എന്താണ്, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. രാവിലെയും രാത്രിയും മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലോണം സമയമെടുത്ത് തന്നെ മസാജ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടണും കൂടിയും വരും കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.